ഇന്നത്തെ സുവിശേഷത്തിലെ ഈശോ സിനഗോഗില് പ്രസംഗിക്കാനായിട്ട് എത്തുകയാണ്. ആ സമയത്ത് ഈശോയിൽ കുറ്റം ആരോപിക്കണം എന്ന ഉദ്ദേശത്തോട് കൂടിയിട്ട് ഫരിസേയര് ഈശോയോട് ഒരു ചോദ്യം ചോദിക്കുകയാണ്. സാപത്തില് ഈ രോഗശാന്തി നൽകുന്നത് അനുവദനീയമാണോ എന്നൊക്കെ ചോദിക്കുകയാണ്. കൃത്യമായിട്ട് ഈശോയിൽ കുറ്റം ആരോപിക്കണം എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ട് ഈശോ അവിടെ ഒരു അത്ഭുതം പ്രവർത്തിക്കുന്നു. അയാൾക്ക് കൈ ശോഷിച്ച ഒരുവന്റെ കൈ ശരിയാക്കി കൊടുക്കുന്നു. ഏറ്റവും ഒടുവിൽ പ്രകാരം നമ്മൾ വായിക്കുകയാണ്, അവർ അവിടെ നിന്ന് പോയി അവനെ നശിപ്പിക്കേണ്ടത് എങ്ങനെയെന്ന് ആലോചന നടത്തി എന്ന് പറയുകയാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, പള്ളിയിൽ വരുന്ന അല്ലെങ്കിൽ സിനഗോഗിൽ വരുന്ന ഒരു കൂട്ടം ആളുകൾ അവരുടെ ലക്ഷ്യം എന്താണ്? സുവിശേഷത്തിന്റെ ആദ്യത്തെ ഭാഗത്ത് നമ്മൾ വായിക്കുകയാണ്, അവനിൽ കുറ്റം ആരോപിക്കണമെന്ന ഉദ്ദേശത്തോട് കൂടിയിട്ട്, ഒരാളിൽ കുറ്റം ആരോപിക്കണമെന്ന ഉദ്ദേശത്തോട് കൂടിയിട്ട് ഒരു കൂട്ടം ആളുകൾ പള്ളിയിലേക്ക് വരികയാണ്. ഇനി അവിടെ അവരൊരു അത്ഭുതം കണ്ടു. അതിനുശേഷം എന്താണ് ചിന്തിക്കുന്നത്? അതിനുശേഷം അവനെ എങ്ങനെ നശിപ്പിക്കാം എന്നാണ് ചിന്തിക്കുന്നത്. സ്നേഹമുള്ളവരെ, സാധാരണ ഒരു മനുഷ്യനായിട്ട് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ ചിന്താഗതികൾ എങ്ങനെയാണ്? ഈ ഫരിസേയരുടെ പോലെയാണ്. എങ്ങനെയെങ്കിലും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കണമെന്നും മറ്റുള്ളവരെ നശിപ്പിക്കണമെന്നുമാണോ നമ്മൾ ചിന്തിക്കുന്നത്? അതോ പരമാവധി നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിൽ ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വളർത്തണമെന്നും ചുറ്റുമുള്ളവരെ വളർത്തിക്കൊണ്ടുവരണമെന്നുമാണോ നമ്മൾ ആഗ്രഹിക്കുന്നത്? വചനഭാവത്തിലൂടെ സഭ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്, ഈ ഫരിസേയരെ പോലെ ആകരുത്. നെഗറ്റിവിറ്റി മൊത്തം ഇങ്ങനെ പരത്തുന്ന ആളുകളായി തീരരുത്, മറിച്ച് പരമാവധി പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്ന ആളുകളായിട്ട് നിങ്ങൾ തീരണമെന്ന് സഭ നമ്മളോട് ആവശ്യപ്പെടുകയാണ്. അതിനനുസരിച്ച് ജീവിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും.